വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഹായ് പ്രിയമുള്ളവരെ, ഒരുപാട് കാലത്തെ ബന്ധമാണ് അല്ലേ? 4 വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ ബന്ധമാണ് നിങ്ങളും ഞങ്ങളും തമ്മിൽ. പരാജയത്തിലും വിജയത്തിലും പ്രതിസന്ധിയിലും പബ്ലിക് കേരളയുടെ കൂടെ നിൽക്കുകയും താങ്ങും തണലുമായി മാറുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇനിയൊരു പ്രാവശ്യം നിങ്ങൾക്ക് മുന്നിൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്രയും കാലം കൂടെ നിന്നതിന്, നിങ്ങളിൽ ഒരാളായി ഞങ്ങളെ കണ്ടതിന്, ആദ്യം മുതൽ ഇന്നോളം ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഞാൻ മുന്നോട്ട് വരുന്നില്ല. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല, ഒരു ചാറ്റ് പോലും ചെയ്തിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടൽ പോലും നടത്തിയിട്ടുണ്ടാകില്ല. പക്ഷേ അവർക്ക് ഞങ്ങളെല്ലാമാണ്. അവരുടെ കുടുംബത്തിലെ ഒരാളായി ഞങ്ങളെ കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇത് തുടർന്നും വേണം എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര കാലം അതുണ്ടാകും എന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. കാരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, സംഘപരിവാറിനെ എതിർക്കുന്ന, BJPക്കെതിരെ ശബ്ദിക്കുന്ന മാധ്യമങ്ങളെ ഇല്ലാതാക്കാൻ അവർ പടയോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ വിവിധ ഇടങ്ങളിലേക്ക് ആ പട എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ദക്ഷിണേന്ത്യയാണ്. കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള സംഘപരിവാർ വിരുദ്ധ ചാനലുകളെ പൂട്ടാനും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനും അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവർക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് പബ്ലിക് കേരള എന്ന ഒരു മാധ്യമത്തെ മാത്രമാണ്. പബ്ലിക് കേരള മുന്നോട്ട് വെച്ച നിലപാട് ഒരിക്കലും അവസാനിക്കുകയില്ല. അതെന്നും ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. മരിക്കുന്നത് പബ്ലിക് കേരള എന്ന ഓൺലൈൻ മാധ്യമം മാത്രമാണ്. നിലപാടുകൾ അത് 1-ൽ നിന്ന് 100-ലേക്ക്, 100-ൽ നിന്ന് 1000-ങ്ങളിലേക്ക്, 1000-ങ്ങളിൽ നിന്ന് 10000-ങ്ങളിലേക്ക്, 10000-ങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക്, കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഒരു നേട്ടമായും നിങ്ങളുടെ ഒരു വിലയുമായും ഞങ്ങളത് കാണുന്നുണ്ട്. കാരണം ഞങ്ങളും നിങ്ങളും ചേർന്നതുകൊണ്ടാണ് ആ പോരാട്ടത്തിനെ അങ്ങ് മൂർധന്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, നമുക്കൊരു വിലങ്ങിടാൻ വേണ്ടി പോവുകയാണ്. പബ്ലിക് കേരളയെ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ അവസാനിക്കാൻ വേണ്ടി പോകുന്ന ഈ സമയങ്ങളിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് മരിക്കും വരെ യുദ്ധം ചെയ്യണം എന്നാണല്ലോ. മരണമാണ് അവസാനം. മരിച്ചാലും നമ്മുടെ നിലപാടുകൾ ജീവിച്ചിരിക്കണം. പക്ഷേ മരിക്കുന്നതിന് മുൻപ് വരെ, അവസാന ശ്വാസം വരെ നമ്മൾ പോരാട്ടത്തിലായിരിക്കണം, യോദ്ധാക്കന്മാരായിരിക്കണം, ധീരന്മാരായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. BJPയെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല, RSSനെ നമുക്ക് പേടിക്കേണ്ടതില്ല, സംഘപരിവാർ പാളയങ്ങളെ നമ്മൾ ഭയത്തോടെയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കേണ്ടതില്ല. നമ്മൾ അവർക്കെതിരെ പോരാടുക തന്നെ വേണം. നമ്മൾ ചിലപ്പോൾ ചെറിയ സൈന്യമായിരിക്കാം. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാതെ, ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളുടെ കൃത്യമായ മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ജനാധിപത്യ പോരാട്ടത്തിൽ നമ്മൾ എന്നും ഉണ്ടാകണം. പബ്ലിക് കേരളയ്ക്ക് വേണ്ടത് ഒരു വലിയ പിന്തുണയാണ്. നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കേണ്ടത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിലൂടെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോഴും മറന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകാം. അവരോടൊക്കെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇതിലൂടെ വേറെന്തെങ്കിലും നേട്ടമൊന്നും ഇല്ലേ എന്ന്. ഉണ്ട്, ഞങ്ങളുടെ ഒരു വരുമാന മാർഗവും കൂടിയാണ്. പച്ചയായ സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്കതിലൂടെ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് കോടികളോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയോ അല്ല, അത്യാവശ്യം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ വരുമാനം ഞങ്ങളിലേക്ക് എത്തുമ്പോൾ പോലും ഞങ്ങൾ നിങ്ങളിലേക്ക് സത്യവും ധർമ്മവും എത്തിച്ചു തരുന്നു എന്നുള്ളത്, അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിനപ്പുറത്ത് നിങ്ങളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത്
ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടുമ്പോൾ കൂടെ നിൽക്കുക. പബ്ലിക് കേരളയെ പോലെയുള്ള മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. പബ്ലിക് കേരളയുടെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. അവർക്കും പിന്തുണ നൽകുക. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പല ആളുകളും ഈ മേഖലയിലുണ്ട്. സംഘപരിവാർ വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. സംഘപരിവാരാണ് ഇന്ന് നമ്മുടെ ശത്രു. നാളുകളിൽ ചിലപ്പോൾ അതല്ലായിരിക്കാം. സംഘപരിവാർ അവരുടെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, അവരുടെ പേക്കൂത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ജനകീയമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ശത്രുക്കളെ അല്ല. പക്ഷേ അവരുടെ അടിസ്ഥാന തത്വങ്ങൾ അത് മതേതര മൂല്യങ്ങൾക്കെതിരാണ്, അത് മുസ്ലിങ്ങൾക്കെതിരെയാണ്, ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, ദളിത് പിന്നോക്ക വിഭാഗത്തിനെതിരെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ എതിരാണ്, രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്കെതിരെയാണ്. അവർ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാത്തിനെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ തിരമാലകളായി ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രതിരോധിക്കാനായില്ല എന്ന് വന്നേക്കാം. പക്ഷെ എന്നാലും നമ്മൾ കരിങ്കൽ ഭിത്തികൾ കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ മാത്രമല്ല ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഒരു വലിയ തലമുറയും ഇവിടെ കടന്നു വരേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല നാളുകളെ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്. പറഞ്ഞതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും മനസ്സറിഞ്ഞുകൊണ്ട് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ദളിതനെന്നോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലോ മനുഷ്യനെ രണ്ടായി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് ജീവിതത്തിലുടനീളം അത് കൊണ്ടുപോവുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള സമരങ്ങളോ പ്രതിഷേധങ്ങളോ ഏതുമായാലും മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഗാന്ധിജി നമുക്ക് നൽകിപ്പോയ നമ്മുടെ ആ പഴയ ഭാരതമുണ്ടല്ലോ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇവിടെയുള്ള ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും അടങ്ങുന്ന എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തോടെ കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയും കൂട്ടരും നമുക്കേൽപ്പിച്ച ആ പഴയ ഭാരതമുണ്ടല്ലോ, നമ്മളത് ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. സംഘികളുടെ ഈ വർഗീയ രാഷ്ട്രീയ നീക്കത്തിനെ നമ്മൾ തടയിടേണ്ടത് ആ രീതിയിലായിരിക്കണം. എന്തായാലും നിർത്തുന്നു. ഇനിയൊരിക്കൽ ഇതേപോലെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.